ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന 10ാം റൗണ്ട് മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിക്ടോറിയക്കെതിരെ അവർ വിജയിച്ചിട്ടുള്ളത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് സാന്റോസ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 18ാമത്തെ മിനിറ്റിൽ അഗുസ്റ്റോ ഒരു ഹെഡർ ഗോൾ നേടുകയായിരുന്നു. അതാണ് ഈ മത്സരത്തിൽ സാന്റോസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ റെലഗേഷൻ സോണിലാണ് ഇപ്പോൾ ഈ ഒരു ക്ലബ് ഉള്ളത്. അതായത് 18ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 2 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കേവലം 8 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. ഈ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു. അതായത് മത്സരത്തിന്റെ 64ാമത്തെ മിനിറ്റിലാണ് നെയ്മർ പകരക്കാരന്റെ റോളിൽ എത്തിയിട്ടുള്ളത്. നെയ്മറുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? അത് സോഫ സ്കോറിന്റെ കണക്കുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നെയ്മർ 26 മിനിറ്റാണ് കളിച്ചിട്ടുള്ളത്. ഒരു ഷോട്ട് ഉതിർത്തു, അത് ടാർഗറ്റിലേക്കായിരുന്നു. നെയ്മറുടെ ഒരു കിടിലൻ ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗോൾ കീപ്പർ തട്ടിയകറ്റി. ഇനി 83% പാസ് അക്യുറസി അവകാശപ്പെടാൻ നെയ്മർക്ക് കഴിയുന്നുണ്ട്. ഒരു ഡ്രിബിളിനാണ് അദ്ദേഹം ശ്രമിച്ചത്, അത് ഫലം കണ്ടു. അതുപോലെ തന്നെ 4 ഡുവൽസ് വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തവണ അദ്ദേഹം ഫൗളിന് ഇരയായി എന്നുള്ളതാണ്. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.0 മോശമല്ലാത്ത ഒരു പ്രകടനം നെയ്മർ ജൂനിയർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു കാലയളവിന് ശേഷം സാന്റോസ് ഇപ്പോൾ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇനിയും അവർക്ക് ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം.